ആദ്യം തന്നെ മാതാവിനോട് ഒരായിരം നന്ദി പറയുവാണ്. കാരണം അമ്മ മാതാവ് ഈ ചാനലിലൂടെ അനേകം അത്ഭുതങ്ങളാണല്ലോ അമ്മ മാതാവ് നടത്തുന്നത്. അതിനെ ഓർത്ത് നമ്മളുടെ നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ മക്കളിലേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങളുടെ മക്കളെ അമ്മ മാതാവ് സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അമ്മ മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും ആ കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളും എല്ലാത്തിലും അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. കാരണം അമ്മ മാതാവ് നിങ്ങളെ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുവാണ്. ഈ പ്രാർത്ഥന അമ്മ മാതാവ് വെളിപ്പെടുത്തിയ അത്ഭുതകരമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരണം. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻറ്റായിട്ട് ഇടുകയും മറ്റു മക്കളെ അമ്മ മാതാവിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അമ്മ മാതാവിന് പ്രത്യേക ഇടപെടൽ നിങ്ങളുടെ കാര്യത്തിലുണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് 7:30 അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ നിങ്ങൾ പങ്കുചേരണം. അതിനായിട്ട് നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്നത് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ലൈവിൽ പങ്കെടുത്ത് കഴിയുമ്പോഴാണ് നിങ്ങൾ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായിട്ട് തീരുന്നത്. അങ്ങനെ സ്വന്തം മക്കളായിട്ട് തീരുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും, എന്ത് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണെങ്കിലും എല്ലാത്തിലും അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. കാരണം അമ്മ മാതാവ് സ്വന്തം മക്കളെ പല തരത്തിലുള്ള അത്ഭുതങ്ങളിലൂടെയാണ് അമ്മ മാതാവ് കടത്തിക്കൊണ്ട് പോകുന്നത്. ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കളെല്ലാവരും തന്നെ അമ്മയുടെ സ്വന്തം മക്കളായി തീരുമ്പോൾ അവിടെ എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിക്കും. അവിടെ പുതിയൊരു ജീവിതം അമ്മ മാതാവ് നൽകും. ആ പുതിയ ജീവിതം എന്ന് പറയുന്നത് എല്ലാത്തിലും ഉയർച്ചകളാണ്, എല്ലാത്തിലും വിജയമാണ്. എന്ത് ചെയ്താലും അത് വളരെ 100 മേനി വിളവെടുക്കുന്ന രീതിയിലേക്ക് അമ്മ മാതാവ് അതിനെ മാറ്റും. അമ്മ മാതാവ് അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അനേകം അത്ഭുതങ്ങളാണ് അമ്മ മാതാവ് സ്വന്തം മക്കളിലേക്ക് അമ്മ മാതാവ് ചെയ്യുന്നത്. നിങ്ങളുടെ മക്കളെ അമ്മ മാതാവ് തിരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഈ വീഡിയോ എത്തിയപ്പോൾ നിങ്ങൾ അമ്മ മാതാവിനോട് നന്ദി പറയണം. കോടിക്കണക്കിന് ജനങ്ങളിൽ നിന്ന് അമ്മ മാതാവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ അമ്മയോട് കൂടെ ചേർന്ന് നിൽക്കാം. അനേകം അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളുമാണ് അമ്മ മാതാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ മാതാവ് ചൊരിയേണ്ടതായിട്ടുള്ളത്. അനേകം അത്ഭുതങ്ങൾ അമ്മ മാതാവ് അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ മാതാവ് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ മുഴുവനായിട്ട് പങ്കുചേർന്നുകൊണ്ട് ഇന്നത്തെ ലൈവിൽ നിങ്ങൾ പങ്കുചേരുക. അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുന്നതാണ്. ചാനലിൽ കയറി ജോയിൻ എന്നത് ക്ലിക്ക് ചെയ്യണം. അമ്മ മാതാവ് നിങ്ങളുടെ മക്കളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള വിഷമതകളിൽ നിന്നും, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള തകർച്ചകളിൽ നിന്നും അമ്മ മാതാവ് നിങ്ങളെ വിടുവിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും 100 മേനി വിളവെടുക്കുന്ന രീതിയിലേക്ക് അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. അമ്മ മാതാവിൻ്റെ പ്രത്യേക കരസ്പർശം നിങ്ങളുടെ ശിരസിന്മേൽ അമ്മ മാതാവ് ഉണ്ടാക്കുന്നുണ്ട്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ സമർപ്പിക്കാൻ പോകുന്ന ഓരോ മക്കളുടെയും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെയും ആവശ്യങ്ങൾ അമ്മയുടെ പക്കലേക്ക് എത്തുക തന്നെ ചെയ്യും. അമ്മ മാതാവ് പ്രശ്നങ്ങളിലൊക്കെ അമ്മ മാതാവിന് പ്രത്യേക ഇടപെടൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെല്ലാവരെയും അമ്മ മാതാവ് സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തു. ഇനി മക്കളുടെ ഉത്തരവാദിത്തമാണ് അമ്മയോടുള്ള ലൈവിൽ പങ്കുചേർന്നുകൊണ്ട് പൂർണ്ണമായിട്ടും അമ്മയുടെ സ്വന്തം മക്കളായി തീരുകയും അതിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും വിജയത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാ തകർച്ചകളിൽ നിന്നും ഇവരെ വിടുവിക്കുകയും ചെയ്യുന്നത് അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലാണ്. അമ്മേ മാതാവേ, ഈ നിമിഷം ഞാൻ ഓരോ മക്കളെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഇവരുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, പല തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മേ മാതാവ്, ഇവരുടെ എല്ലാ തരത്തിലുള്ള നഷ്ടങ്ങളും, എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും, എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അതെല്ലാം അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഓരോന്നായിട്ട്. അമ്മേ മാതാവേ, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, ഇവരനുഭവിക്കുന്ന ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവരെന്ത് ചെയ്താലും ആ ഒരു പ്രവൃത്തിയിൽ ഇവർക്ക് ഒരു രീതിയിലുള്ള ഗ്രോത്തോ ഇല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ചയോ ഈ മക്കൾക്ക് ലഭിക്കുന്നില്ല. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അമ്മയുടെ പ്രത്യേക കരസ്പർശത്താൽ ഈ മക്കൾ തൊടുന്നതെല്ലാം പൊന്നായി മാറുവാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഈ മക്കൾക്ക് ഒരുക്കി കൊടുക്കണമേ. അമ്മേ മാതാവേ, ഈ മക്കളെ അമ്മ മാതാവ് സ്വന്തം മക്കളായിക്കൊണ്ട് അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, അതുപോലെ തന്നെ കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവ്, ഈ മക്കളുടെ കടബാധ്യത പൂർണ്ണമായിട്ടും അമ്മ മാതാവ് എടുത്തു നീക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ഒരു രീതിയിലും ഈ മക്കൾക്ക് കടബാധ്യത ബാധിക്കുവാനായിട്ട് ഈ മക്കളെ അമ്മ മാതാവ് ജീവിത സാഹചര്യത്തിൽ ഇടയാക്കരുത്. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണ വലയം ഈ മക്കൾക്ക് ചുറ്റും അമ്മ മാതാവ് ഒരുക്കുന്നതിന് ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. ജപ്തി വക്കിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മേ മാതാവെ, അവരെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവ്, ഈ മക്കളെ അമ്മ മാതാവ് തൊടണമേ. ഈ മക്കളുടെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സാഹചര്യങ്ങളിലും അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. ജപ്തി ഒരിക്കലും ഇവരുടെ ജീവിതത്തിൽ നടക്കാതിരിക്കുവാനും ഈ മക്കളുടെ ജീവിതം കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാനായിട്ടും അമ്മ മാതാവ് പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവ്, ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിൽ അനേകം അത്ഭുതങ്ങളാണല്ലോ അമ്മ മാതാവ് ഈ ചാനലിലൂടെ നടത്തുന്നത്. അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവ്, ഈ ചാനലിലെ പ്രാർത്ഥനകൾക്കെല്ലാം തന്നെ ആവശ്യങ്ങൾ കമൻ്റായിട്ട് ഇടുകയും ചെയ്യുന്ന മക്കളുടെ ആവശ്യങ്ങൾ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഈ നിമിഷം സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവ്, ആ ആവശ്യങ്ങളുടെ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അവരെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവ് സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തതുപോലെ തന്നെ ഈ മക്കളും അമ്മയിലേക്ക് പൂർണ്ണമായിട്ട് 100% പൂർണ്ണമായിട്ടും മക്കളായി തീരുവാനും ഈ മക്കളെ അമ്മ മാതാവ് ലൈവിൽ പങ്കെടുപ്പിക്കണമേ. അമ്മ മാതാവ്, ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്
ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക കരുതലുണ്ടാകുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, ഈ ചാനലിലുള്ള വീഡിയോകളെല്ലാം മറ്റു മക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അമ്മയെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ആ മക്കളെ അമ്മ മാതാവിൻ്റെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തിയ കാര്യമാണ്. ആ മക്കളുടെ കുടുംബത്തെയും അതുപോലെ തന്നെ അടുത്ത ജനറേഷനെയും അടുത്ത തലമുറയും അമ്മ മാതാവ് അനുഗ്രഹിക്കുമെന്ന് അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞു. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ അമ്മ മാതാവ് ഉണ്ടാകുന്നതിനെ ഓർത്ത് നമ്മോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഒരുപാട് അത്ഭുതങ്ങളാണ് അമ്മ മാതാവ് നടത്തുന്നത്. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണ വലയം ഈ മക്കൾക്ക് ചുറ്റും അമ്മ മാതാവ് ഒരുക്കുന്നതിനെ ഓർത്ത് നമ്മോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, ജോലിയില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, ജോലിയില്ലാത്ത ഈ മക്കൾക്ക് അമ്മ മാതാവ് ജോലി നൽകണമേ. ഇവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി ചെയ്യുവാൻ ഈ മക്കളെ അമ്മ മാതാവ് ഒരുക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സാലറി ലഭിക്കുന്ന ജോലി ഈ മക്കൾക്ക് ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. വിദേശത്ത് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അവരാഗ്രഹിക്കുന്ന രീതിയിൽ വിദേശത്ത് ജോലി ചെയ്യാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവ് വിസയ്ക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ മക്കളുടെ കാര്യത്തിലുണ്ടാവണമേ. അമ്മ മാതാവ് എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളിൽ നിന്നും അമ്മ മാതാവ് ഈ മക്കളെ എല്ലാവരും വിടുവിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എത്രയോ വലിയ സ്നേഹമാണിത്, എത്രയോ വലിയ കരുതലാണിത്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മേ മാതാവ്, അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഗവൺമെൻറ് ജോലി അവർക്ക് ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ഈ മക്കളുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. ഈ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് പോലും അനേക മക്കളെ അമ്മ മാതാവ് കാണിച്ചു തന്നുകൊണ്ട്, സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്ത് ഈ മക്കളെല്ലാവരും കാണിച്ചു തന്നുകൊണ്ട് ഈ മക്കളോട് അമ്മ മാതാവ് പറയുന്നു, മക്കളെ, നിങ്ങൾ സ്വന്തം മക്കളായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ ലൈവിൽ പങ്കെടുത്തുകൊണ്ട് പൂർണ്ണമായിട്ടും എന്നിലേക്ക് ചേർന്ന് നിൽക്കുക. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിന് ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ എല്ലാ തരത്തിലുള്ള വിഷമതകളിൽ നിന്ന് അമ്മ മാതാവ് മക്കളെ വിടുവിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, അതുപോലെ തന്നെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. രോഗ സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റിക്കൊണ്ട് ഇനി ഒരു കാലത്തും ഈ മക്കൾക്ക്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഒരു അസുഖവും കൂടാതെ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ മാതാവ് ഒരുക്കണമേ. ഇവർക്കൊരു രോഗവും പിടിക്കാതെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ജന്മന ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അവരുടെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മുഴുവനും എടുത്തു നീക്കിക്കൊണ്ട് സന്തോഷത്തോട് സമാധാനത്തോടു കൂടെ ഇവരുടെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷ സമാധാനമില്ലായ്മ, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. ആ ഭവനത്തിലേക്ക് അമ്മ മാതാവ് സന്തോഷവും സമാധാനവും നിറയ്ക്കണമേ. ആ ഭവനത്തിലേക്ക് അമ്മ മാതാവിൻ്റെ പ്രസന്നത ഉണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. സ്വന്തമായിട്ട് ഭവനമില്ലാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് ആ മക്കൾക്ക് ഭവനം ഉണ്ടാകുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കണമേ. ഇവരെ പൂർണ്ണമായിട്ടും അമ്മ മാതാവ് ഏറ്റെടുത്തുകൊണ്ട് ഇവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭവനം അമ്മ മാതാവ് നൽകണമേ. അമ്മ മാതാവ് അനേകം അത്ഭുതങ്ങളാണല്ലോ അമ്മ മാതാവ് ചാനലിലൂടെ നടത്തുന്നത്. അനേകം അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ അമ്മ മാതാവ് വാരിക്കോരി നൽകുന്നുണ്ട്. മക്കളെ ചോദിക്കുന്നതിലും കൂടുതൽ എത്രയോ ഇരട്ടിയാണ് അമ്മ മാതാവ് അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ നടത്തുന്നത്. അമ്മ മാതാവിന് ഒരുപാട് നന്ദി പറയുവാണ്. അമ്മേ മാതാവ്, വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മേ മാതാവ്, ഈ മക്കളുടെ വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവ്, ഇവരെ ചേർത്ത് പിടിക്കണമേ. മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മേ മാതാവ്, അവരുടെ കാര്യത്തിൽ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. മറ്റുള്ളവരാൽ കുറ്റപ്പെടുത്തി കഴിയുന്ന, മാനസികപരമായിട്ട് തകർന്ന് ഇല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക കരുതലുണ്ടാകണമേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ അമ്മ മാതാവ് ഉന്നതിയിലേക്ക് ഉയർത്തണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഒരു അപകടവും കൂടാതെ അമ്മ മാതാവ് കാത്ത് സംരക്ഷിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും കൂടാതെ ഈ മക്കളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അമ്മേ മാതാവ്, ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക കരസ്പർശം ഈ മക്കളുടെ മേലെ അമ്മ മാതാവ് നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മേ മാതാവ്, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് അമ്മ മാതാവ് തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് അമ്മയിലേക്ക് ഈ മക്കൾ പ്രാർത്ഥന സമർപ്പിക്കുന്നു. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക. അമ്മേ മാതാവേ, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന അമ്മയുടെ പക്കലേക്ക് എത്തിയിരിക്കുകയാണ്. അമ്മേ മാതാവേ, ആ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. ആ കാര്യത്തിൽ അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. ഈ മക്കളുടെ ഭവനത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. ഈ മക്കളുടെ ഭവനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ മാതാവ് അതെല്ലാം അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. നേഴ്സുമാരെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ മാതാവ്, അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേക ഇടപെടൽ മൂലം ഈ മക്കളെ അമ്മ മാതാവ് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടത്തിക്കൊണ്ട് പോകാനായിട്ട് അമ്മ മാതാവ് അനുവദിക്കരുതേ. അതുപോലെ തന്നെ അമ്മ മാതാവ് ഈ മക്കളെ ഇരുകരങ്ങളിലും ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിന് ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മ മാതാവെ, അവരുടെ കാര്യത്തിൽ പ്രത്യേക ഇടപെടൽ അമ്മ മാതാവ് എടുക്കുന്നതിന് ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. എല്ലാ മക്കളെയും അമ്മ മാതാവ് അനുഗ്രഹിച്ചിരിക്കുന്നു.